നമസ്കാരം. എൻ്റെ പേര് സാന്ദ്ര ജോയ്. എൻ്റെ വീട് തൃശ്ശൂർ ജില്ലയിൽ പെരിങ്ങോട്ടുകര എന്ന സ്ഥലത്താണ്. ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വളർന്നു വന്നത് ഒരു വിശ്വാസ ജീവിതം തന്ന് വളർത്തിയ ഒരു മാതാപിതാക്കളുടെ കൂടെയാണ്. എന്നെ ചെറുപ്പം മുതലേ കുർബാനയ്ക്ക് പോകാനും 7 മണിക്ക് കത്താഴമാലകൾ ചെല്ലാനും ജപമാല ചൊല്ലാനും ഒക്കെ മോട്ടിവേറ്റ് ചെയ്ത് ഈശോയിലേക്ക് കൂടുതൽ അടുപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ള മാതാപിതാക്കൾ എനിക്കുണ്ട്. എന്നാലും ചെറുപ്പം മുതലേ ഭക്താനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തിരുന്നുവെങ്കിലും ഈശോ ആയിട്ടുള്ള കണക്ഷനൊന്നും എനിക്ക് ഉണ്ടായിരുന്നില്ല. കണക്ഷൻ ഉണ്ടായിരുന്നില്ല എന്ന് പറഞ്ഞാൽ കണക്ഷനേ ഉണ്ടായിരുന്നില്ല. ഞാനും എൻ്റെ ഒരു ജീവിതവും അങ്ങനെ വെച്ചാൽ എൻ്റെ ജീവിതത്തിൽ ഈശോയ്ക്ക് വലിയ പ്രോമിനൻസ് ഒന്നുമില്ല. ഞാൻ പരീക്ഷയാകുമ്പോൾ പ്രാർത്ഥിക്കും, അല്ലാത്തപ്പോൾ ഞാൻ പള്ളിയിൽ പോയാലും ജസ്റ്റ് ഇങ്ങനെ പോവും, പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അപ്പം അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കും, അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അല്ലാതെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഒരു ദൈവം, അത്രേ എനിക്ക് ഈശോ എന്ന് പറഞ്ഞേ ഉള്ളൂ. അങ്ങനെ ഞാനിങ്ങനെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ സംഭവം ഞാൻ ഡിഗ്രി എത്തി. അപ്പോൾ എനിക്ക് ജീസസ് യൂത്തിൽ സർവീസ് ടീം മെമ്പർ ആവാൻ ഒരു അവസരം കിട്ടി. അപ്പോൾ ഞാൻ പഴുവിൽ സബ്സോണിൻ്റെ സർവീസ് ടീം മെമ്പറായി. അങ്ങനെ ആ സർവീസ് ടീം മെമ്പർ ആയപ്പം അവർ പറഞ്ഞു ടീം ലീഡേഴ്സിന് ഒരു ധ്യാനമുണ്ട്, നമുക്ക് ധ്യാനത്തിന് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ മുന്നും ഒരു 8ാം ക്ലാസ് തൊട്ട് എൻ്റെ വീട്ടിൽ നിന്ന് ചേച്ചിമാരൊക്കെ ധ്യാനത്തിന് വിടും. അപ്പോൾ എന്നെയും 8ാം ക്ലാസ് ആയപ്പോൾ ധ്യാനത്തിന് വിടുമായിരുന്നു. അപ്പോൾ കൊല്ലത്തിലൊരിക്കൽ ഞങ്ങൾ ധ്യാനത്തിനൊക്കെ പോകും. പിന്നെ കൺവെൻഷൻ അതൊക്കെ പങ്കെടുക്കുമെങ്കിലും ഈശോ ആയിട്ടുള്ളൊരു അനുഭവം ഒന്നും എനിക്ക് ഉണ്ടായിട്ടില്ല. അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. അങ്ങനെ ഞാൻ ഈ സർവീസ് ടീം മെമ്പേഴ്സിൻ്റെ ധ്യാനത്തിന് പോയപ്പം ധ്യാനം നന്നായിരുന്നു. പക്ഷെ കൗൺസിലിംഗ് വെച്ചിട്ട് കൗൺസിലർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞു നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സ്തുതിക്കാൻ തുടങ്ങി, കൗൺസിലർ സ്തുതിക്കാൻ തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിന്ന് കരയാൻ തുടങ്ങി. എനിക്കറിയില്ല ഞാൻ എന്തിനാ കരയുന്നതെന്ന്. പക്ഷെ എനിക്ക് ഭയങ്കര സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. സന്തോഷിച്ചിട്ടാണ് ഞാൻ കരയണതെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് കാലൊന്നും നിലത്ത് വെക്കാൻ പറ്റുന്നില്ല. പിന്നെ എനിക്കിങ്ങനെ സ്തുതിച്ചുകൊണ്ടിരിക്കാൻ മാത്രമേ പറ്റുന്നുള്ളൂ, ചിന്തിക്കാൻ പറ്റുന്നില്ല. ഭയങ്കര ഇങ്ങനെ ലൈറ്റായിട്ട് ഇങ്ങനെ കാറ്റത്ത് പറഞ്ഞിരിക്കുന്ന ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടായി. അപ്പോൾ കൗൺസിലർ എൻ്റെ അടുത്ത് പറഞ്ഞു ഈശ്വരനെ അനുഗ്രഹിക്കുന്നുണ്ട്, നിന്നെ സ്നേഹിക്കുന്നുണ്ട്, കുറേ കൃപകളൊക്കെ തരുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓക്കെ എന്ന് പറഞ്ഞ് വാങ്ങിയെങ്കിലും ആ ധ്യാനം കഴിഞ്ഞ് പിറ്റേ ദിവസം വീട്ടിൽ എത്തിയപ്പോൾ തൊട്ട് ഞാൻ പഴയ പോലെയാണ്. അതായത് എൻ്റെ ജീവിതം ഈശോയ്ക്ക് വലിയ സ്ഥാനമൊന്നുമില്ല, ഞാനിങ്ങനെ നടക്കും. പക്ഷെ അന്നത്തെ ധ്യാനത്തിന് എനിക്കൊരു ചെറിയൊരു സ്പാർക്ക് കിട്ടി. കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനുള്ളൊരു ആഗ്രഹം വന്നു. പക്ഷെ ഞാൻ അതിനു വേണ്ടി ഒന്നും ഞാൻ ശ്രമിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ ആഗ്രഹമുണ്ട് താനും ഉള്ളിൽ. അപ്പോൾ എൻ്റെ വീട്ടിലിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ പുറത്തിറങ്ങി കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. അപ്പം സർവീസ് ടീം മീറ്റിങ്ങിന് പോകാൻ പോലും ചിലപ്പോൾ സമ്മതിച്ചൊന്നും വരില്ല. അപ്പം എനിക്ക് തോന്നുന്നു കർത്താവിന് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ലയോ അങ്ങനെയൊക്കെ തോന്നുമായി. അങ്ങനെ ആ ഒരു ആഗ്രഹം ഉള്ളിലുണ്ട്. കാത്തിരുന്ന് വർഷങ്ങൾ 2-3 എണ്ണം കഴിഞ്ഞു പോയി. പക്ഷെ ഈശോനെ കൂടെ പിടിക്കാത്തതുകൊണ്ടാന്ന് തോന്നുന്നു പതുക്കെ എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ വളർന്നു തുടങ്ങി. എനിക്ക് എന്നെ തന്നെ ഇഷ്ടമല്ല. പുറമേ നിന്ന് കാണുമ്പോൾ സാൻഡ്രനെ അറിയുന്നവർക്കൊക്കെ സാൻഡി ജോയ് ആണ്. അവൾ തുള്ളിച്ചാടി നടക്കുന്ന കുട്ടിയാണ്, ചിരിച്ച് നടക്കുന്ന കുട്ടിയാണ്, എല്ലാവരുമായിട്ട് കൂട്ടുകൂടും, പാട്ട് പാടും, കളിച്ച് നടക്കും. അങ്ങനെ ഒരു നല്ലൊരു കുട്ടി, നല്ല കുട്ടി, ചിരിച്ച് നടക്കുന്ന നല്ല കുട്ടി, പ്ലസന്റ് ആണ്, സ്ട്രോങ് ആണ്, ബോൾഡ് ആണെന്നൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷേ ആർക്കും അറിയാത്തൊരു സാൻഡ്രയ്ക്ക് മാത്രമേ അറിയണ്ടായിരുന്നുള്ളൂ. ഉള്ളിൽ വിഷമങ്ങളുള്ള, ആരും അംഗീകരിക്കുന്നില്ലല്ലോ, ആർക്കും എന്നെ ഇഷ്ടമല്ല, എനിക്ക് സൗന്ദര്യമില്ല, എന്നോട് ആരെങ്കിലും നിന്നെ കാണാൻ ഭംഗിയുണ്ടോ, ഫോട്ടോ അടിപൊളിയായിരുന്നു പറഞ്ഞാൽ പോലും എനിക്ക് വെറുതെ പറയാം അവരൊക്കെ എന്ന് തോന്നുന്ന ഒരു സാൻഡ്ര ഉണ്ടായിരുന്നു എൻ്റെ ഉള്ളിൽ. അങ്ങനെ അത് വളർന്ന് ഒരു PG കഴിയാതായപ്പോൾ അത് വലുതായി. അപ്പോൾ ആ സമയത്താണ് എൻ്റെ അടുത്ത് എൻ്റെ ഒരു ഫ്രണ്ട് സോന മനോജ്, അവൾ എന്നോടും എൻ്റെ ഫ്രണ്ടിനോടും ഒന്ന് ചോദിച്ചു നമുക്കൊരു ധ്യാനത്തിന് പോയാലോ, ഇത് യുവജന ധ്യാനമാണ്, അട്ടപ്പാടിയിലാണ്, നമുക്കൊന്ന് പോയാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ എല്ലാ കൊല്ലം ധ്യാനത്തിന് പോകുന്ന ഒരു എന്താ പറയുക എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഓക്കെ PG കഴിഞ്ഞു ഒരു ധ്യാനത്തിന് പോകാം, അങ്ങനെ ഒരു ഫീൽഡിൽ പോവാം എന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്തു. അപ്പോൾ വെറുതെ എല്ലാ കൊല്ലം പോണ പോലെ ഒരു ധ്യാനത്തിനാണ് ഞാൻ പോണത് അങ്ങനെ രജിസ്റ്റർ ചെയ്യുമ്പോൾ. പക്ഷേ ഞാൻ മാർച്ചിൽ രജിസ്റ്റർ ചെയ്തത് മെയ്യിലെ ധ്യാനത്തിനായിരുന്നു. ആ മെയ് വരെയുള്ള 2 മാസത്തിനിടയിൽ ഈശോ എനിക്ക് ഭയങ്കര തീക്ഷ്ണമായ ആഗ്രഹം തന്നു. എനിക്ക് ധ്യാനത്തിന് പോവാൻ എന്ന് വെറുതെ പോവാന്നതിലുപരി എനിക്കൊരു വിശ്വാസം വർദ്ധിപ്പിക്കണം, കൂടുതൽ ദൈവസ്നേഹം കിട്ടണം, കൂടുതൽ ദൈവാനുഭവം വേണം എന്നുള്ളൊരു തീക്ഷ്ണതയോടെ ഞാൻ ആ ധ്യാനത്തിന് പോയി. ഞാൻ ജപമാല ചൊല്ലാൻ ഭയങ്കര മടിയാണ് എനിക്ക്. ഞാൻ ഓരോ ധ്യാനം കഴിഞ്ഞ് ഒരാഴ്ച ജപമാല ചൊല്ലും, പിന്നെ ഞാൻ വീണ്ടും അത് അടക്കി വെക്കും. ഞാൻ മടിയാണ് എനിക്ക് ചെല്ലാൻ. പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ മാത്രമേ ഞാൻ ചെല്ലുള്ളൂ. എന്നോട് പല പ്രാവശ്യം പറഞ്ഞിട്ടില്ലെങ്കിലും ഞാൻ ചെല്ലാറില്ല. അങ്ങനെ പക്ഷെ ഈ ധ്യാനത്തിന് എനിക്കറിയില്ല. ഞാൻ ഈ ധ്യാനത്തിന് ഒരു 2 ആഴ്ച മുന്നെയെങ്കിലും ദിവസവും ഈ ധ്യാനത്തിന് സമർപ്പിച്ച് ജപമാല ചൊല്ലാൻ തുടങ്ങി. കാരണം അത് എൻ്റെ ആവശ്യമായി മാറി എനിക്ക് ദൈവത്തെ കണ്ടുമുട്ടണം എന്നുള്ളത്. കാരണം എൻ്റെ ഉള്ളിലെ പ്രശ്നങ്ങൾ അത്രയും വളർന്നു. എന്നെ ആരും അംഗീകരിക്കുന്നില്ല, എന്നെ ആർക്കും ഇഷ്ടമില്ല എന്നുള്ളത് ഇങ്ങനെ കൂടി എനിക്ക് എന്നെ തന്നെ വെറുത്ത ഒരു ഫീലിലേക്ക് ഞാൻ എത്തി. അങ്ങനെ ഇരുന്ന് ആ ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് ഈശോ ശരിക്കും തൊട്ടു.
ശരിക്കും തൊട്ടെന്ന് പറഞ്ഞാൽ ഈശോനോട് പറഞ്ഞു, നിനക്ക് വേറെ ആരും അംഗീകരിച്ചില്ലെങ്കിലും ആരും സ്നേഹം തന്നില്ലെങ്കിലും ഞാനുണ്ട്, നിനക്ക് ഭയപ്പെടേണ്ട, ഞാൻ രക്ഷിച്ചിരിക്കുന്നു, നിന്റെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. ഈശോൻ ഇങ്ങനെ കുറേ സ്നേഹിച്ചു എന്ന് പറഞ്ഞാൽ എന്നെ ഇപ്പോഴും സ്നേഹിക്കണു. ഞാൻ ആർക്കും എന്നെ ഇഷ്ടമില്ലെങ്കിലും എന്നെ ഈശോയ്ക്ക് എന്നെ ഇഷ്ടമാണ്. എന്നെ ഈശോയോട് മാത്രമാണ് ഞാൻ. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായി, ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും, അവർ നിന്നെ കാണാൻ ഭംഗിയുണ്ടെന്ന് പറഞ്ഞാലും ഭംഗിയില്ല എന്ന് പറഞ്ഞാലും എന്തൊക്കെ പറഞ്ഞാലും എൻ്റെ ഈശോയ്ക്ക് ഞാൻ സ്പെഷ്യലാണ്. എൻ്റെ ഈശോയ്ക്ക് ഞാൻ ഭയങ്കര ഭംഗിയുള്ള കുട്ടിയാണ്, നല്ല കുട്ടിയാണ്. ഞാൻ പാപം ചെയ്തിരിക്കുമ്പോഴും ഈശോയോട് പറഞ്ഞു, നീ നല്ല കുട്ടിയാണ്, നീ വായോ, തിരിച്ചു വായോ എന്ന് പറഞ്ഞ് മാടി വിളിക്കുന്ന ഒരു ഈശോ, എന്നെ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിപ്പിച്ച ഒരു ഈശോ. അങ്ങനെ ഒരു ഈശോ, അതിനൊരാൾ എനിക്ക് കൂടെയുണ്ട്, ഒരാൾ സ്നേഹിക്കാൻ എപ്പോഴും എൻ്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് അന്ന് മനസ്സിലായി. അങ്ങനെ സ്നേഹം കിട്ടി. ആ സ്നേഹം എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നുണ്ട്. എൻ്റെ കൂടെ ഈശോ എപ്പോഴും ഉണ്ട്. ഇപ്പൊ പണ്ടൊന്നും ഞാൻ ഈശോയോട് സംസാരിക്കില്ലായിരുന്നു, ഞാനും ഒന്നും മിണ്ടിയിട്ടില്ല, ഈശോ അങ്ങനെ ഒരാളോടെ മിണ്ടിയിട്ട് പോലും ഇല്ല. പക്ഷെ ഇപ്പോൾ എനിക്ക് ഈശോയോട് എപ്പോഴും സംസാരിക്കാനുള്ള ഒരു ടെൻഡൻസിയാണ്. എപ്പോഴും എനിക്ക് ഒരു കുറച്ച് നേരം, ഇപ്പോൾ ഒരു ദിവസം ഇത്ര സമയം സംസാരിക്കുമെങ്കിൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് വീട്ടിൽ ചേച്ചിയുടെ ഉണ്ണിയൊക്കെ ഉണ്ട്, അപ്പോൾ കളിപ്പിക്കാൻ കൂടുതൽ നടക്കുന്നതുകൊണ്ട് ഈശോയോട് അധികം സംസാരിക്കാൻ പറ്റാറില്ല. അപ്പോൾ എനിക്കത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്ക് അധികം സമയം ഈശോയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ കിട്ടണില്ലല്ലോ എന്നുള്ള വിഷമൻ്റെ ഉള്ളിൽ കയറി തുടങ്ങി. അതുപോലെ ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ലൈക്ക് ഐ ഫീൽ എ പ്രണയം ടു ലോഡ്, അങ്ങനത്തെ സാധനം അത് കിട്ടി. അതാണെന്ന് തോന്നുന്നു ദൈവാനുഭവം എന്ന് പറയുന്നത്. മറ്റുള്ളവരിങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട്, അവർക്ക് ഈശോ അങ്ങനെ കേൾക്കാൻ പറ്റും, ഈശോയോട് സംസാരിക്കാറുണ്ട്, അതൊക്കെ എനിക്കും കിട്ടിയത് എനിക്കിപ്പോൾ മനസ്സിലായി. അങ്ങനെ ധ്യാനം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, നമുക്കൊരു ഇൻസ്റ്റാഗ്രാം പേജൊക്കെ തുടങ്ങിയാലോ, നമുക്ക് ഈശോയെ പറ്റി മഹത്വപ്പെടുത്തിയാലോ, നമുക്ക് അതിന് വേണ്ടിയല്ലേ ദൈവം ജീവിതം തന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി, ഇതൊരു അവസരമാണ്, കസ്താനോട് ഇത്രയും കാലം ഒന്നും ചെയ്തില്ല, ഇനിയും ചെയ്യാനുള്ളൊരു അവസരമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വ്ളോഗൊക്കെ എടുക്കാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ ഡിഗ്രിക്കൊക്കെ ഹായ് ഗായ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് പണ്ട് വ്ളോഗ് എടുത്തിരുന്നു. പക്ഷെ ഇപ്പോൾ ഞാൻ അത് ചെയ്യുന്നത് എൻ്റെ ഈശോയ്ക്ക് വേണ്ടിയാണ്. അങ്ങനെ വീഡിയോസ് ഉണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ ആദ്യമൊക്കെ നമുക്കിങ്ങനെ എന്താ കണ്ടന്റ് ഇടാം, അപ്പോൾ നമ്മളിങ്ങനെ സ്വയം ബൈബിളൊക്കെ വായിച്ച് ആലോചിച്ച് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഓക്കെ ഇതിനെ പറ്റി പറയാം, ആൾക്കാർ ദൈവത്തിന് നന്ദി അധികം താങ്ക്സ് ഗിവിങ് ഇല്ല, അപ്പോൾ അതിനെപ്പറ്റി ഒരു ബോധ്യം കൊടുക്കാം, അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ 2-3 ആഴ്ച കഴിഞ്ഞപ്പോൾ ഈശോ തന്നെ എനിക്ക് കണ്ടന്റ് തരാൻ തുടങ്ങി. എനിക്ക് റാൻഡം ആയിട്ടുള്ള സമയത്ത് വെറുതെ ഞാൻ എന്തിനോ പറ്റിയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എനിക്കറിയില്ല, ഞാനൊന്നും സ്വന്തം ബുദ്ധിയിലേക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല. പക്ഷെ ഈശോ ഇങ്ങനെ പറഞ്ഞു തരുമ്പോൾ ഇറ്റ്സ് ലൈക്ക് എഴുതി വെക്കാനുള്ള സമയമില്ല. ഇട്ട ഡ്രസ്സിൽ ഞാൻ പല വീഡിയോ എടുത്തിട്ടുണ്ട്, വീട്ടിലിട്ട കൂളർ ഡ്രസ്സും അതേപോലെ കെട്ടിവെച്ച മുടിയിൽ ഞാൻ പല വീഡിയോ എടുത്തിട്ടുണ്ട്. കാരണം എനിക്കിത് എഴുതി വെക്കാനുള്ള സമയമില്ല, കാത്തിരുന്ന് പിറ്റേ ദിവസം എടുക്കാനുള്ള ടൈമില്ല, അപ്പം ചിലപ്പോൾ മറന്നുപോയാലോ. അങ്ങനെ ഞാൻ പല വീഡിയോസ് എടുക്കാം. ഇപ്പം എനിക്ക് 12 മണിക്ക് തോന്നി അപ്പം ഞാൻ അപ്പോൾ വീഡിയോ എടുക്കും. കാരണം ഈശോ ആണ് പറഞ്ഞിരുന്നത്. അപ്പോൾ എനിക്ക് പറഞ്ഞു തരുന്നപ്പോൾ ഇറ്റ് ഫീൽസ് ലൈക്ക് ഞാനല്ല പറയുന്നത്, ഞാൻ ഒരു വാ തുറന്ന് വെറുതെ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ ഇരിക്കുകയാണ്, ഫുൾ ഈശോ ആണ് പറയുന്നത്. ഇപ്പോഴും ഈശോ എന്നോട് പറയുന്നുണ്ട്, ഞാൻ പ്രിപ്പയർഡ് അല്ല, ഈശോ ഫുൾ ഇങ്ങനെ ഇങ്ങനെയൊക്കെ പറയണം, ഇതൊക്കെയാണ് കാര്യങ്ങൾ എന്ന് പറഞ്ഞു തന്ന് പറയുന്നൊരു സാധനം. അങ്ങനെ കണ്ടന്റ്സ് ഒക്കെ വരാൻ തുടങ്ങി. കണ്ടന്റ് എന്ന് പറയാൻ പറ്റില്ല, ഞാനല്ല പറയണത്, ഈശോ ഡയറക്റ്റ് നീ ഇതിനെ പറ്റി പറ, നീ ഇങ്ങനെ പറ. ഫുൾ ഞാൻ ഇതിനെ പറ്റി ഒന്നും മുന്നേ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ഞാൻ വചനങ്ങളെ പറ്റി ആലോചിക്കാറില്ല. ഇപ്പൊ ഇങ്ങനെ വചനം അറിയണം, വായിക്കണം. പണ്ടൊക്കെ ബൈബിൾ വായിക്കാൻ ആഗ്രഹം വരുമെങ്കിലും മടിയായിരുന്നു, കുറച്ച് കഴിയുമ്പോൾ അടച്ചു വയ്ക്കുമായിരിക്കും. പക്ഷെ ഇപ്പോൾ ഇത് വായിക്കാണ്ട് ഒരു ദിവസം പോകാന്ന് പറയുമ്പോൾ എന്തൊരു ബുദ്ധിമുട്ട് പോലെയാണ്. അങ്ങനെ ഈശോയോട് കൂടുതൽ സ്നേഹിക്കാൻ, ഈശോ എന്നെ ഇപ്പോൾ കുഞ്ഞു ടാസ്ക് ഒക്കെ തന്നെ കൂടുതൽ ഈശോനെ എങ്ങനെ സ്നേഹിക്കാന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ കുഞ്ഞു കാലത്ത് ഞാൻ വീണ് പോയാൽ പോലും, ഇനി വിഷമിച്ചിരുന്നാൽ പോലും ഈശോയ്ക്ക് പറഞ്ഞുതരും, നീ ഇങ്ങനെ ചെയ്യണമായിരുന്നു, അപ്പോൾ നിനക്ക് എന്നെ കൂടുതൽ സ്നേഹിക്കാൻ പറ്റിയാലേ, നീ എന്തിനാ ചൂടാവാൻ പോയാൽ, നിനക്ക് ക്ഷമിച്ച് നിൽക്കായിരുന്നില്ലേ, അപ്പൊ നിനക്ക് സ്വർഗത്തിൽ പോകാൻ പറ്റില്ലായിരുന്നു. അപ്പം ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് ഈ ജീവിതം ഇവിടെ ഒന്നുമില്ല കൂട്ടി വെക്കാനും, ഒന്നുമില്ല ഇവിടെ നിന്ന് കൊണ്ടുപോകാനും. എല്ലാം സ്വർഗത്തിൽ പോകാൻ വേണ്ടിയാണ് നമ്മളവിടെ വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് എല്ലാ നിക്ഷേപങ്ങളും സ്വർഗത്തിൽ കൂട്ടി വയ്ക്കാം. അതിന് സ്വർഗത്തിൽ വെച്ച് കാണാം കേട്ടോ. ബൈ.